കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെപ്പോഴായാലും നമ്മൾ പുറത്ത് വന്നിരിക്കും. എത്ര വലിയ വ്യക്തിയാണെങ്കിലും സ്ത്രീകളോടുള്ള നല്ല പെരുമാറ്റത്തിന് ഞാൻ അംഗീകരിക്കണുള്ളൂ. പൊതുവെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒഴിവാക്കണതാണ് നല്ലത്. അഴിമതി ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ആരോപണം പ്രത്യേകിച്ചും ഒരു യുവ നേതാവിനെതിരെ വരുമ്പോൾ അതിൽ നടപടി എടുക്കേണ്ട അത്യാവശ്യമാണ്. പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്ന് ഇപ്പോൾ പുറത്തായ മട്ടിലാണ് നിൽക്കുന്നതൊക്കെ. മൊത്തം പെണ്ണുങ്ങളെ പലതരത്തിൽ ഗർഭിണികളാക്കി അവർ അബോർഷൻ നടത്താമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളെ ഇത്രയും സംസ്കാരശൂന്യനും വിവരമില്ലാത്തവനും ഇവനൊരാണ് പ്രോസ്റ്റിറ്റ്യൂട്ടറാണ് ഇവൻ. ഇത് രാഹുലിനെ കുടുക്കിയതാണെന്നാണ് പറയണത്. സതീശൻ പറഞ്ഞത് ഒരു മകള് വന്ന് അച്ഛനോട് പറയണ പോലെ ഞാൻ പെരുമാറി എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആ കുട്ടി ഇവിടുത്തെ കാര്യത്തിയാണ് ആ കുട്ടി. ഈ രാഹുൽ മാങ്കൂട്ടം ഇത് സ്ത്രീ വിഷയത്തിൽ ചെറുപ്പക്കാരനാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്ത്രീ വിഷയത്തിൽ ഈ സസ്പെൻഡ് ചെയ്യാൻ ഏറ്റവും അധികം മുൻകൈ എടുത്തത് വി ഡി സതീശനാണ്. ഇതിനോട് യോജിക്കുന്നുണ്ടോ? എനിക്കൊരിക്കലും ചോദിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ തന്നെ നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ 35 വർഷമായി ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഏകദേശം ഇവിടുത്തെ പ്രവർത്തകരെക്കുറിച്ചോ അല്ലെങ്കിൽ MLA കുറിച്ചോ ഇവിടുത്തെ താഴെ കിടക്കുന്ന പ്രവർത്തകരെക്കുറിച്ചോ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഏത് രീതിയിലാണ് അങ്ങനെ പെരുമാറിയെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ തന്നെ പോകാം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഇത് കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ. അത് എങ്ങനെയൊക്കെ ഉള്ളതെന്നൊന്നും നമുക്ക് വിശദമായിട്ട് അറിയാനും പറ്റില്ലല്ലോ. പൊതുവെ എങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ട്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെപ്പോഴായാലും നമ്മൾ പുറത്ത് വന്നിരിക്കും. അതിപ്പോൾ വീരസദസ്സിൻ്റെ ആര് വിചാരിച്ചാലും അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വന്നിരിക്കും. പുറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വേണം, പുറത്തേക്ക് വരണം തന്നെയാണ്. നമുക്ക് പുറത്തേക്ക് ആളെ നിർത്തണം അല്ലേ? പുറത്ത് മാറ്റി നിർത്തണം. അങ്ങനെയല്ലേ വേണ്ടത്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഉള്ളികളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതെന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് അറിയാണ്ട് പറയാൻ പറ്റില്ല. അതിൻ്റെ സംഭവം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ മാങ്കൂട്ടത്തിൻ്റെ പേരിലൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് ഇതേമാതിരി കംപ്ലയിൻറ്റ് ഒരുപാട് പേരുടെ പേരും വന്നിട്ടുണ്ട്. പിന്നെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു വിലയുണ്ടാവും. പാർട്ടിയിൽ ഇങ്ങനെ രാജിവെക്കാതെ നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിനോട് മതിപ്പുണ്ടാവില്ല അയാളോട്. ഇതാകുമ്പോഴും ഈ രാജിവെച്ചിട്ട് അയാൾ പോരാടെങ്കിൽ ഇത്രയും കൂടിയും പിന്നെ പിന്തുണ അയാൾക്ക് ഉണ്ടാകും. രാജിവെക്കണമല്ലോ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലല്ലേ പാർട്ടിക്കും പവർ ഉണ്ടാവുള്ളൂ. എത്ര വലിയ വ്യക്തിയാണെങ്കിലും സ്ത്രീകളോടുള്ള നല്ല പെരുമാറ്റത്തിന് ഞാൻ അംഗീകരിക്കണുള്ളൂ. മോശം പെരുമാറ്റത്തിനാണെങ്കിൽ അവരെപ്പോഴും ശിക്ഷ അർഹിക്കുന്നവർ തന്നെയാണ്. പൊതുവെ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒഴിവാക്കണതാണ് നല്ലത്. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നല്ല സ്വഭാവക്കാരെ നമുക്ക് പ്രതിനിധികളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാടിന് തന്നെ ദോഷമല്ലേ. പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും നമ്മൾ നടക്കാത്ത ആളാണ്. പുള്ളി ഏത് സർക്കാരിനാണ് എങ്ങനെയാണ്, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് കണ്ടിട്ടുമില്ല. പുള്ളിയുടേതായ ചരിത്രങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളപ്പോൾ അങ്ങനെ ഒരാളെ അടിച്ചമർത്താനും ഉയർത്തി പറയാനും ആളല്ല. നമുക്ക് കണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയണതിന് കുഴപ്പമില്ല. ഞാനിപ്പോൾ ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും അത് രണ്ടുപേർക്കും രണ്ട് രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാനത് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണമായിരുന്നു സസ്പെൻഡ് ചെയ്യാൻ. സസ്പെൻഡ് ചെയ്യണതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ആരോപണം പ്രത്യേകിച്ചും ഒരു യുവ നേതാവിനെതിരെ വരുമ്പോൾ അതിൽ നടപടി എടുക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷേ അത് ഇത്തിരി തിടുക്കപ്പെട്ടായി പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് നല്ല ഒരു സമീപനമാണ് അയാൾ എടുത്തത്. ഗോസിപ്പുകളും ഇതൊന്നും എല്ലാത്തിനോടും, അതായത് സത്യസന്ധമായാണ് അയാൾ തീരുമാനമെടുത്തത്. അത് ഏറ്റവും ഉചിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാങ്കൂട്ടത്തിന് കുഴപ്പമില്ലാത്ത മനുഷ്യനാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്ന് ഇപ്പോൾ പുറത്തായ മട്ടിലാണ് നിൽക്കുന്നതൊക്കെ. അത് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പെണ്ണ് കേസിൻ്റെ മാതിരിയുള്ള കേസല്ല. അതൊക്കെ വേറെ ചെറിയ ഇതല്ല. ഇത് മൊത്തം പെണ്ണുങ്ങളെ പലതരത്തിൽ ഗർഭിണികളാക്കി അവർ അബോർഷൻ നടത്താമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളെ ഇത്രയും സംസ്കാരശൂന്യനും വിവരമില്ലാത്തവനും ഈ നാട്ടിൽ ജീവിക്കാൻ പോലും ജനാധിപത്യ മര്യാദകളെയും സാഹോദര്യത്തെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തിയറിയെ നിയമത്തെയും എല്ലാത്തിലും ലംഘിക്കുന്ന ഒരു പരമദുഷ്ടനാണ് അവൻ. മനസ്സിലായില്ലേ?
അത് എല്ലാ പാർട്ടിയിലും ആൾക്കാർക്കെതിരെ ആരോപണമില്ലേ? എല്ലാ പാർട്ടിയിലുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മുകേഷിൻ്റെ എതിരെയാണെങ്കിലും മറ്റേ ഈ മറ്റു ആളുകളുടെ ഇടയിൽ സിംഗിളായ ഒരു ചില കാര്യങ്ങളാണ്. ഇപ്പോൾ പെരുമ്പാവൂർ MLA സംബന്ധിച്ചുള്ളതെന്ന് വെച്ചാൽ വേറെ അവരുടെ ഭാര്യയായിട്ട് തല്ലിച്ച് വേറൊരു പെൺകുട്ടിയായിട്ട് ചില സ്നേഹത്തോടു കൂടിയുള്ള ബന്ധങ്ങളാണ്. അത് പിന്നെ അവരുടെ ചില ഡിമാൻഡ് വെച്ചപ്പോൾ പരാതിയിട്ട് അതാണ്. അതല്ല, ഒരു കേസല്ല ഇത്. ഇത് തന്നെ പരിപാടി. ഇവനൊരു ആണ് പ്രോസ്റ്റിറ്റ്യൂട്ടറാണ് ഇവൻ ശരിക്കും. അതിനകത്ത് ഇപ്പം കേൾക്കണത് അത് വ്യാജമാണെന്നാണ് കേൾക്കണേ. അത് രാഹുലിനെ കുടുക്കിയതാണെന്നാണ് പറയണത്. പക്ഷേ തുടക്കത്തിൽ സതീശൻ പറഞ്ഞത് ഒരു മകൾ വന്ന് അച്ഛനോട് പറയണ പോലെ ഞാൻ പെരുമാറി എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആ കുട്ടി ഇവിടുത്തെ ആ കുട്ടി എന്നാ പറയണത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പറവൂരാണ് വീട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ സതീശൻ അങ്ങനെ പറഞ്ഞു, ഒരു മകൾ വന്ന് അച്ഛനോട് പറയുമ്പോൾ അത് അച്ഛനെന്ത് തീരുമാനം എടുക്കണം, അങ്ങനെ ഞാൻ എടുത്തെന്ന് പറയുന്നത്. പക്ഷേ ആദ്യമൊക്കെ നമ്മളും വിചാരിച്ചു അത് ശരിയാണെന്ന്. പക്ഷേ ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്തൊരു കള്ളക്കളി ഉണ്ടോ. ഈ പുള്ളി ഒരു ചെറുപ്പക്കാരനാണ്, ഭാവിയുള്ള ഒരു ഞാൻ അങ്ങനെ വല്ല കളി നടന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ സംശയം ഉണ്ട് സാധാരണക്കാരുടെ ഇടയിൽ. ശരിയല്ലേ? അത് സംശയം വന്നിട്ടുണ്ട് അങ്ങനെയുള്ളതിൽ. പിന്നെ പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഈ സരിതയുടെ കേസ് മറ്റവരുടെ കേസ് വന്ന് ഇതുപോലെ പലരും ചെന്ന് കണി ചാടിയിട്ടുണ്ട്. അതുപോലെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സംഘടനയിലും ഇപ്പോൾ സ്ത്രീ വിഷയമാണെങ്കിലും വേറെ എന്തും പരിപാടിയാണെങ്കിലും തെറ്റാണെന്ന് കണ്ടെത്തിയാൽ അത് മുൻകൈ എടുത്ത് സസ്പെൻഡ് ചെയ്യണ നല്ലൊരു പരിപാടിയാണ്. അയാൾ തെറ്റ് മനസ്സിലാക്കി ഒന്നെങ്കിൽ അയാൾ മാറാം. അത് സംഘടനക്ക് വേണ്ടിയാ ചെയ്തെന്നുള്ളൂ. ഇന്നത്തെ തീരുമാനം നല്ലതല്ലേ? നല്ല തീരുമാനമാണ് പുള്ളി എടുത്തത്. മാറി നിൽക്കണമെന്നല്ലേ പുള്ളി പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നല്ല തീരുമാനം തന്നെയാണ്. പുള്ളി പറഞ്ഞ കാര്യം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ട് പുള്ളി അതിൻ്റെ ഇത് തെളിയിച്ചിട്ട് തിരിച്ചു വരിക. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം നല്ലൊരു വ്യക്തിയാണ്. ഈ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇങ്ങനൊരു വിഷയം രാഷ്ട്രീയ പ്രവർത്തകർക്ക് പാടില്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് ശരിയല്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് മാറിയിക്കട്ടെ. എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്. അദ്ദേഹം കഴിവുള്ളവനാണ്, നല്ല കഴിവുള്ളവനാണ്. രാഷ്ട്രീയത്തിൽ ശോഭിക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സ്ത്രീ വിഷയം കേൾക്കേണ്ട വന്നതിൽ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സങ്കടമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത നിലപാട് യോജിപ്പുണ്ട്. കാരണം അദ്ദേഹം തെറ്റാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണം. അതനുസരിക്കാൻ തയ്യാറുമാണ്. അതാണ് ആ MLA ഒരു പയ്യനാണ്. അദ്ദേഹം സതീശനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സതീശൻ എടുത്ത നിലപാടിനോട് അദ്ദേഹം ചേർന്ന് നിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാലക്കാട് നല്ലൊരു ജനസമ്മതി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പറയാം. പുള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ഇത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തായാലും ശിക്ഷ അർഹിക്കണമല്ലോ. അപ്പം നമുക്കത് പാർട്ടിക്ക് യോജിച്ച ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് എൻ്റെ അഭിപ്രായം. അത് ചോദിക്കണം. കാരണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പാർട്ടി മോശമല്ലേ? പാർട്ടി ഞങ്ങൾ ചെയ്യണത്, പാർട്ടി കൂടി എന്നിട്ട് ചെയ്യണത് മോശമല്ലേ പാർട്ടിക്ക്? അതുകൊണ്ട് പറഞ്ഞാൽ പുള്ളി അല്ലാതെ വേറെ പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് വെച്ചാൽ പഴയതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ മുതലെടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങൾക്കും മുതലെടുപ്പ് വരുന്നുണ്ട്. കാരണം ആർക്കെങ്കിലും എതിരെ അതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അല്ല. കാരണം വെച്ചാൽ ഈ മീഡിയയുടെ തന്നെയാണെങ്കിലും ഈ ഒരു ഇത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രഷർ കയറുകയാണ്. കാരണം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലതും വരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു സാധാരണക്കാരനിൽ എനിക്ക് തോന്നുന്നത്. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും പ്രഷർ പല ഭാഗത്തു നിന്നും, പിന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പലപ്പോഴും വരുന്നുണ്ടാകുമായിരിക്കാം. പിന്നെ എസ്പെഷ്യലി മാധ്യമങ്ങളുടെ ഇതിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാകും. അപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നിവൃത്തിയില്ലാണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ടാകും ചിലപ്പോൾ. പിന്നെ ഈ പറഞ്ഞിട്ട് ആരോപണങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത് ആർക്കും ഉന്നയിക്കാമല്ലോ. അതിനകത്ത് എത്രത്തോളം എല്ലാവർക്കെതിരെയും വരുന്നുണ്ട്. അതിനകത്ത് പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും വരുന്നത്. അതിനകത്തൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട്, ഇതിനകത്ത് മുതലെടുപ്പാണോ രാഷ്ട്രീയ മുതലെടുപ്പാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലർക്കും സാധാരണക്കാരുടെ രീതിയിൽ പലർക്കും തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഇത് സിറ്റുവേഷൻസിൽ നമുക്ക് തോന്നുന്നത്, കാലങ്ങളായിട്ട് തോന്നുന്നത്, അതായത് വരുന്നുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ട് തോന്നുന്നത് പലരെയും വെച്ചിട്ട് മുതലെടുക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തിലൊക്കെ പുള്ളിയും പെടുന്നുണ്ടാകാം എന്നാണ് ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹം എടുത്ത നിലപാടുകൾ അദ്ദേഹത്തിനൊരു ആ പാർട്ടിയിൽ ഒരു മേധാവിത്വം ഉണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം അദ്ദേഹം എടുത്ത ആ നിലപാട്, സ്ട്രോങ് നിലപാട്
ശരിയായിട്ടുള്ള ഒരു നിലപാടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സുപ്രഭാതത്തിൽ ആ നടി ആ ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പക്ഷെ പെട്ടെന്ന് അവരൊരു യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ പിറകിലൊക്കെ ഇദ്ദേഹത്തെ ഒതുക്കാനുള്ള ഒരു ശ്രമം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിനു മുമ്പ് പെട്ടെന്നൊരാളാകാനായിട്ടും കൂടി ഒരു തിരക്കഥ രചിച്ചതാണോ എന്നൊരു സംശയവും കൂടി എനിക്ക് ബലമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.